ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആടുജീവിതത്തിന്റെ ട്രെയിലർ ആണ്. ആടുജീവിതം എല്ലാവർക്കും അറിയാം, ബ്ലസ്സീരയാണ്, പൃഥ്വിരാജാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ബെന്നമിന്റെ കഥ ആരും വായിക്കാത്തുണ്ടാവില്ല. അതെ, ഞാൻ നോവൽ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അതൊരു ഒരുപാട് കാലമായിട്ട് ബ്ലസ്സി ചെയ്തു, ഒരുപാട് അതെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ് ബ്ലസ്സി. പ്രത്യേകിച്ച് 3 വർഷത്തിന് മേലെയായില്ലേ? കൂടുതലായി തോന്നുന്നു, ഒരുപാട് വർഷമായി. എന്നാലും പൃഥ്വിരാജ് വേറെ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. അതെ, മല്ലിക സുകുമാരൻ ഒരു തവണ അവരെ ഇന്റർവ്യൂല് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോനെ കാണാൻ പറ്റാത്ത ഫോട്ടോ അയച്ചെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതെ, അങ്ങനെ പുള്ളിക്കാരൻ. പിന്നെ അമല പോളിന്റെ ഏറന്മാരാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വലിയൊരു സിനിമയാണ്. ഇപ്പൊ പാൻ ഇന്ത്യ റിലീസാണ്. അപ്പൊ അധികം വൈകാതെ നമുക്ക് ട്രെയിലർ കണ്ടു. अंदर से कोई बाहर ना जा सके, अंदर से कोई बाहर ना जा सके. अंदर से कोई बाहर ना जा सके. ട്രെയിലർ കഥ വായിക്കുമ്പോഴേ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ കാണുമ്പോ എങ്ങനെയാവും എനിക്കറിയില്ല. അതിലെ ഓരോ ട്രെയിലറിന്റെ ഇത് കാണുമ്പോഴേ ഭയങ്കര ഇമോഷണൽ ആവും. നമ്മളാ വായിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മ വരും. നജീബിന്റെ കഥ എന്താന്നുള്ളത് ഇനിയിപ്പോ ഇതില് അതെ, ഇനിയിപ്പോ മാറ്റിയിട്ടുണ്ടാവും വഴിയില്ല. അത് അതേപോലെ തന്നെ എടുക്കാൻ കഷ്ടപ്പാടാണ്. നോവല് സ്റ്റോറിയാണ്. എന്തായാലും ഭയങ്കര ഇമോഷണലാണ്. കരയാൻ വേണ്ടിട്ട് പോകണം. അത്യാവശ്യം നല്ല ഇമോഷണൽ ആയിരിക്കും. പൃഥ്വിരാജ് എന്താ പറയാ, ഒരു എഫേർട്ട് ഇട്ടുണ്ടല്ലോ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, മൊത്തത്തില് പുള്ളി പറഞ്ഞപ്പോ ഇതിന് കൂടുതൽ പുള്ളി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അത്രയ്ക്കും പുള്ളി എഫേർട്ട് ഇട്ട് കഴിഞ്ഞു. ഇതിൽ കൂടുതൽ പറ്റില്ല എന്നാണ് പുള്ളി ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പൊ അത്രയ്ക്കും എക്സ്പെക്ടേഷൻ ഉണ്ട് സിനിമയ്ക്ക്. അതിന്റെ ഷോട്ടുകൾ വേറെ ലെവല് സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാലം വെച്ചിട്ടുള്ളത് ഉണ്ട്. ട്രെയിലറിൽ തന്നെ ആ ഷോർട്സുകളും എല്ലാം വെച്ചിട്ടുള്ളത് ഒക്കെ വേറെ ലെവൽ സാധനം. അത്രയും കാലം വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പൊ അതിലുള്ളതൊക്കെ ഉണ്ട്. അതായത് ട്രെയിലർ തന്നെ മനസ്സിലായി, അതിലുള്ളതൊക്കെ എല്ലാം അതും ഉണ്ട്. അതൊരു പാൻ വേൾഡ് അല്ലെങ്കിൽ ഒരു വേൾഡ് റിലീസ് ആവാനുള്ള എല്ലാ സാധനങ്ങളും ഇംഗ്ലീഷിലുണ്ടല്ലോ, ഇംഗ്ലീഷിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്ന ഒരു സംഭവമാണ്. ഒരു എന്താ പറയാ, ഇന്ത്യയിൽ മാത്രം നിൽക്കുന്ന സബ്ജക്റ്റ് അല്ല എന്നുള്ളതാണ് സംഭവം. എല്ലായിടത്തും ഒരു യൂണിവേഴ്സൽ മൂവിയാണ്. അപ്പൊ അതിനുള്ള റീച്ച് സിനിമയ്ക്ക് ഉണ്ടാവട്ടെ. എന്തായാലും അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് ബ്ലസ്സി. അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രവാസ ജീവിതം നമ്മള് പത്തേമാരിയില്ലേ, അതിന്റെക്കാളും 10 ഇരട്ടി പ്രവാസികൾക്ക് ഒരു ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു പ്രത്യേകിച്ചൊരു റിയൽ സ്റ്റോറി ആണല്ലോ നജീബിന്റെ. അപ്പൊ പുള്ളിക്ക് വലിയൊരു ഇതായിരിക്കും, പുള്ളിയുടെ ലൈഫ് നേരിട്ട് കാണാൻ പോകുന്നുള്ളത് വേറെ ഒരു ഇതായിരിക്കും. എന്തായാലും ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. സംഭവം വെയിറ്റിംഗ് ആണ്, അധികം സമയമൊന്നുമില്ല. ഈ മാസം റിലീസാണ്. അതെ, പ്രൊമോഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രൊമോഷൻ ഒന്നും ആവശ്യമില്ല. എല്ലാ മലയാളികൾക്ക് അറിയാവുന്ന സ്റ്റോറിയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊമോഷനേക്കാൾ കൂടുതൽ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അതെ, പ്രൊമോഷൻ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് പ്രൊമോഷന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അറിയാത്തതായിരിക്കും. പക്ഷെ കേരളത്തിലെ പ്രൊമോഷൻ ആവശ്യമില്ല. നേരെ സിനിമ ഇറക്കിയാൽ മതി. അത്ര വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്.
എന്തായാലും ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്, വെയിറ്റിംഗ് ആണ്. എന്തായാലും പടം പൊളിക്കട്ടെ. അപ്പോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.